ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാനു സമ്മദ് ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെപ്പോഴും വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ, അങ്ങനെ വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയം ഞങ്ങൾ ഫാമിലിയായിട്ടൊന്ന് താഴ്വാരം വരെ പോയതാണ്. നമ്മളെപ്പോഴും വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, ചുമ്മാ കുറച്ച് സമയങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയി വെറുതെ ഇങ്ങനെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ തോന്നുന്നത്. ഒരുപാട് വലിയ വലിയ വില കൂടിയ ഫുഡുകളൊന്നും കഴിക്കുന്നതിലല്ല കാര്യം. ഒരു കട്ടൻ ചായ ആയാലും മതി, അത് സന്തോഷത്തോടെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ രുചി അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് നമ്മുടെ താഴ്വാരം റെസ്റ്റോ കഫേയിലാണ്. അവിടെ ചെല്ലുമ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക കുളിർമയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നവരല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. അടുത്ത മാസം സെപ്റ്റംബർ 10 എൻ്റെ കിച്ചുമോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാണ് കേക്ക് മുറിക്കുന്നതെന്ന് എല്ലാവരോടും പറയുമായിരുന്നേ. ഞാൻ അവൻ്റെ ബർത്ത്ഡേയുടെ കാര്യം ആദ്യമായിട്ട് പറയുന്ന എൻ്റെ കൂട്ടുകാരായ നിങ്ങളോടാണ്. നിങ്ങളോട് പറയാത്ത ഒരു ആഘോഷവും എനിക്കില്ലല്ലോ. അപ്പം ഞാൻ അടുത്ത മാസം 10 വ്യാഴാഴ്ചയാണ് വരുന്നത്. സെപ്റ്റംബർ 10 വൈകിട്ടൊരു 8 മണിയൊക്കെ ആകുമ്പം കേക്ക് മുറിക്കണമെന്നാണ് ആലോചിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുവാണ്, എല്ലാവരും വരണേ. ഞാൻ താഴ്വാരം റെസ്റ്റോ കഫേ വെച്ചാണ് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നത്. എൻ്റെ ഇക്കുവിന് ബർത്ത്ഡേയും സെലിബ്രേഷനും ആനിവേഴ്സറിയും അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഇക്കു പറയും അതൊന്നും വേണ്ടാന്ന് പറയുക. പിന്നെ ഞാൻ ചെറുതായിട്ട് പിള്ളേരുടെ സന്തോഷം കാണാൻ വേണ്ടി, അവർക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പം, അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിക്കുവേ. ഇക്കുവിന് താല്പര്യമില്ല, എന്നാലും എതിർക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തോന്ന് ഞങ്ങളോട് പറയും. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് കുറച്ച് നേരം പുറത്തിരിക്കുവാണ്. നല്ല കാറ്റുണ്ട്, നല്ലൊരു അന്തരീക്ഷവും. നമുക്കിങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കാൻ തോന്നുവേ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അവിടെ. ഒത്തിരി പേര് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചക്കിക്കാണെങ്കിൽ താഴ്വാരം റെസ്റ്റോ കഫേ വന്നപ്പം ഭയങ്കര സന്തോഷമായ. ചക്കിതേ അതിലേക്കൂടെ ബലൂണൊക്കെ പിടിച്ച് കളിക്കുവാണ്. ഇത് ചക്കിയുടെ ബലൂണാണ്. ചക്കി 2 എണ്ണം എൻ്റെ ഈ പിടിക്കാൻ തന്നതാണ്, ബാക്കി ചക്കിയുടെ കയ്യിലുണ്ട്. ചക്കി അത് തട്ടിക്കളിക്കുവാണ്. നല്ലൊരു പ്രത്യേക സുഖമുണ്ട് ഈ പുഴയുടെ താഴ്വാരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ. നമ്മുടെ ഈ അടുത്ത വെള്ളപ്പൊക്കത്തിൽ ഇവിടെയൊക്കെ ഒത്തിരി വെള്ളം കയറിയായിരുന്നേ. അതിനുശേഷം ക്ലീൻ ചെയ്തെടുത്ത് പുതിയതായിട്ട് തുടങ്ങിയതാണ് താഴ്വാരം റെസ്റ്റോ കഫേയെ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഒരുപാട് കൂട്ടുകാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാവേ. എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണണേ. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ് ചെയ്യണേ. ഇതൊന്നും ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. നിങ്ങളത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ. എന്നാലും ഞാൻ വെറുതെ പറയുന്നേ ഉള്ളേ. ഈ അമ്പിളിയും ഞാനും സ്വന്തം ചേട്ടത്തിയനിയത്തിയാണ്. ഒരു ഉമ്മ പെറ്റ മക്കളാണ്. പിന്നെയും എല്ലാവർക്കും സംശയമാണ്, ചേട്ടൻ്റെ വൈഫാണോ അനിയൻ്റെ വൈഫാണോ എന്നൊക്കെ. അല്ല കേട്ടോ, ഒരു ഉമ്മ പെറ്റ ഞങ്ങൾ സ്വന്തം ചേട്ടത്തിയനിയത്തിമാരാണ്. ഞങ്ങൾക്ക് ഒരു ചേട്ടത്തിയും കൂടെ ഉണ്ട്. അവർ ഫാമിലിയായിട്ട് ദുബായിലാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഞാൻ ഇളയ ആൾ, ഇവൾ രണ്ടാമത്തെ ആൾ, മൂത്ത ആൾ ദുബായിലുമാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.